എമ്മിന് വീണ്ടും പണി കിട്ടിയെന്ന് മാത്രം പറഞ്ഞാൽ മതിയല്ലോ. CPM-ന് കാര്യമാകുമ്പോൾ അത് 8-ന്റെ പണിയായിരിക്കും ഉറപ്പല്ലേ. കാപ്പ കേസ് പ്രതിയെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചതാണ് അടുത്ത പുലിവാലി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഇവിടെ കോംറേഡ്സ് ഏറ്റവും കൂടുതൽ പറഞ്ഞൊരു കാര്യമായിരുന്നു തെറ്റുണ്ടെങ്കിൽ തിരുത്തുന്നുള്ളത്. ആ തിരുത്തലുകളിൽ പലതരം തിരുത്തലുണ്ട്. പാർട്ടിയിലെ ക്രിമിനലുകൾക്കെതിരെയും പാർട്ടിക്കാരെന്ന് പറഞ്ഞ് നടക്കുന്ന ഗുണ്ടകൾക്കെതിരെയും കൃത്യമായ നടപടിയെടുക്കുന്ന നമ്മുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞ് നാവങ്ങട്ട് എടുത്തുള്ളൂ. പുതിയ ഒരാളെ പാർട്ടി കൊട്ടും കുരവായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. മൂപ്പര് നിസ്സാരക്കാരനല്ലട്ടാ, നല്ല അസലൊരു കാപ്പ കേസ് പ്രതി. കാപ്പിയൊന്നും പിന്നെ നമ്മുടെ പാർട്ടിക്ക് ബാധകമല്ലല്ലോ. ഒരാൾ കൊമ്രേഡ് ആവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ പിന്നെ പാർട്ടിയിൽ വാഴ്ത്തപ്പെട്ടവനാണ്. എന്തു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ പാർട്ടി അത് കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. കണ്ണേ കരളേ ശരൺചന്ദ്ര, നീ ഇവിടെ മുത്താടാന്നല്ലേ അങ്ങ് മന്ത്രി വീണ ജോർജ് മുതൽ ഏരിയ കമ്മിറ്റി അംഗം വരെ പറയണത്. ഒരു 50-60 ആളുകൾ അവരുടെ പ്രവർത്തിച്ച BJP-യും RSS-ഉം ഒക്കെ ആയിരുന്നു. ആ പ്രസ്ഥാനങ്ങൾ വിട്ട് ഇടതുപക്ഷത്തിനൊപ്പം വന്ന ഒരു സാഹചര്യമാണ്. ഇത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങൾ പാർട്ടി ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയാണ്. അതിൽ പാർട്ടി ജില്ലാ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ഞാനും ഞങ്ങൾ കോന്നി MLA ജനീഷ് കുമാറും ഞങ്ങളൊക്കെ അതിൽ പങ്കെടുത്തിരുന്നു. ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ വളരെ വിശദമായി ബഹുമാനപ്പെട്ട ജില്ലാ സെക്രട്ടറി സഖാവ് KP ഉദയഭാനു പറഞ്ഞിട്ടുണ്ട്. അതിൽ യാതൊരുവിധ ആശങ്കയുടെ അടിസ്ഥാനമില്ല. അങ്ങനല്ല മിനിസ്റ്ററെ, ആശങ്ക ഉണ്ടെന്നേ. മന്ത്രിയും MLA-യും പാർട്ടി ജില്ലാ സെക്രട്ടറി അടക്കം എല്ലാവരും ശരൺചന്ദ്രനെ ആനയിച്ചു കൊണ്ടെന്ന് ഇങ്ങനെ സ്വീകരണം കൊടുക്കാൻ ആരാണ് ശരൺചന്ദ്രൻ? ആരാന്ന് മനസ്സിലായില്ല. CPM പ്രവർത്തകർക്കെതിരായ ആക്രമണം, സ്ത്രീകൾക്കെതിരായ അതിക്രമം, അങ്ങനെ വെറും 20 കേസിൽ മാത്രമേ ശരൺചന്ദ്രൻ പ്രതിയായിട്ടുള്ളൂ. അങ്ങനെ ഒരു പാവത്തിന് 2 കൈയും നീട്ടി പാർട്ടി സ്വീകരിക്കുന്നത് തെറ്റാണോ? CPM-നെ സംബന്ധിച്ചിടത്തോളം, പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ടുള്ള കാര്യം. അപ്പൊ അവര് പ്രവർത്തിച്ച കാലഘട്ടത്തിൽ മുൻപ് അവര് തെറ്റായ രാഷ്ട്രീയവും തെറ്റായ രീതികളും പിന്തുടർന്നവരാണെങ്കിൽ അത് ഉപേക്ഷിച്ച് അവർ ശരിയായ രീതിയിലേക്ക് വന്നിട്ടുള്ളവരാണ്. അതുകൊണ്ടാണ് അവർ ചെങ്കൊടി എന്താനായിട്ട് തയ്യാറായി വന്നിട്ടുള്ളത്. അത് പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ, വേറെ പാർട്ടിയിൽ വെച്ച് അവരൊരു കൊലപാതകം നടത്തിയാൽ പോലും ചെങ്കൊടി എന്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കഥ മാറി. പിന്നെ അവരെല്ലാരും ഹരിശ്ചന്ദ്രനാണ്. ശരൺചന്ദ്രനും അങ്ങനെ തന്നെ. ശരൺചന്ദ്രൻ BJP-യിലായിരിക്കുമ്പോൾ എന്തെങ്കിലും കുറ്റമൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ മൂപ്പരിപ്പം അങ്ങനെയല്ല കേട്ടോ. ഇപ്പൊ തങ്കക്കൂടാണ്, ഭയങ്കര നിഷ്കൂ. സുരേന്ദ്രന്റെ പാർട്ടിക്കകത്ത് 4 മാസം വരെ നിന്ന ആളെ പറ്റിയാ പറയുന്നത്. അങ്ങനെ ആണെങ്കിൽ പിന്നെ അവരെല്ലാം അങ്ങനെ ആയിരിക്കുമല്ലോ. പറയട്ടെ, അങ്ങനെ ആണെങ്കിൽ BJP നിൽക്കുന്നവരെല്ലാം ക്രിമിനലുകളായിരിക്കുമല്ലോ. BJP-യിലായോണ്ടാ ശരൺമോൻ വഴിതെറ്റി പോയത്. ഒക്കെ BJP-കാരുടെ കുറ്റ. ഇപ്പോഴാണ് പാവത്തിന് നല്ല ബുദ്ധി തോന്നിയത്. ചെങ്കൊടി എന്താന്ന് തീരുമാനം എടുത്ത സ്ഥിതിക്ക് നമ്മള് പണ്ടത്തെ കാപ്പ കേസൊക്കെ കുത്തിപ്പോക്കേണ്ട കാര്യമുണ്ടോ? മാത്രമല്ല നമ്മളെല്ലാരും ഭരിക്കണ പാർട്ടിയുടെ ആൾക്കാരാണ്. സോ നമുക്കതൊന്നും ബാധകമല്ലല്ലോ. പാർട്ടിയുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. അയാൾ ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ തുടക്കത്തിൽ അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അത്തരത്തിൽ നമ്മൾ മാറ്റി നിർത്തുകയും നമ്മളുമായിട്ട് യാതൊരുവിധ ബന്ധങ്ങളുമില്ല. CPM-ന്റെ കാര്യങ്ങളൊന്നും കണ്ട BJP-കാരൊന്നും അന്വേഷിക്കണ്ടട്ടാ. മാത്രല്ല ശരൺമോൻ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നോ? അത് വല്ല ജീവൻ രക്ഷാ പ്രവർത്തനമായിരിക്കും. നിങ്ങൾക്ക് അതൊന്നും തിരിച്ചറിയാൻ പറ്റാത്തോണ്ടാ ഈ പ്രശ്നം മുഴുവനും. ഇനി ഇവിടെ ശരൺമോൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് വേണ്ടിയാണ് ആ പാവം വെട്ടാനും കുത്താനൊക്കെ നടന്നത്. ഞങ്ങൾ മാറ്റിയ ഒരാളല്ലേ, ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പോയതല്ലല്ലോ. ഞങ്ങൾ പാർട്ടി നടപടിയെടുത്ത് മാറ്റിയ ഒരാളെ സ്വീകരിക്കുന്നത് എന്തിന്റെ പേരിലാണ്? അത് ജില്ലാ സെക്രട്ടറിയും മന്ത്രിയൊക്കെ സ്വീകരിക്കാൻ മാത്രം ഇയാൾ ആരാണ്? നിങ്ങൾ പാർട്ടി ഒന്ന് മാറ്റി നിർത്തേ. അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി. കോംറേഡ്സിന്റെ കണ്ണില് ശരൺചന്ദ്രൻ മടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോന്നതാണ്. അയാൾ സ്വയമേ അല്ല, അയാളെ പുറത്താക്കിയല്ല, അയാൾ സ്വയമേ മാറിക്കൊണ്ട് ഇവരുടെ ഈ ക്രിമിനൽ സ്വഭാവം ഇനിയും തുടരുന്നത് ശരിയല്ല എന്ന് ബോധ്യമായിട്ട് അയാൾ സ്വയമേ ഒഴിയുകയാണ് ചെയ്തത്. ഒറ്റ കാര്യമുള്ളൂ, ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ കൂടെ നിർത്തണം. അവിടെ പമ്പയിൽ അറിയാലോ, മണൽ വാരല്, പല പല ഉദ്ദേശങ്ങളുണ്ടാവും. ഇനിയിപ്പോ നിങ്ങൾ എന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചാലും ശരൺചന്ദ്രൻ ഇനി സേഫാണ്. കണ്ണിലെ കൃഷ്ണമണി പോലെ ശരൺചന്ദ്രനെ നമ്മുടെ കോംറേഡ്സ് നോക്കിക്കോളും. സ്ത്രീയെ ആക്രമിച്ച കേസിലടക്കം പ്രതിയായ ഒരു പ്രതിക്ക് വേണ്ടി ആവേശത്തോടെ നമ്മുടെ മന്ത്രി വീണ ജോർജ് ഒക്കെ മുദ്രാവാക്യം വിളിക്കണത് കണ്ടില്ലേ? ഇത്രയും സ്നേഹം വേറെ എവിടെ കിട്ടും? വേറെ ആര് കാണിക്കും? ഇതാണ് നിങ്ങളോടൊക്കെ മനുഷ്യനാവണം എന്ന് നമ്മുടെ കോംറേഡ്സ് പറയുന്നത്. കൊടും ക്രിമിനലുകളെ ഇപ്പോഴും പാർട്ടിയിലേക്ക് സ്വീകരിക്കുകയാണ്. പത്തനംതിട്ടയിൽ ഞങ്ങളോട് സഹകരിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ തെറ്റായ വഴിയിലേക്ക് നീങ്ങിയപ്പോൾ ഞങ്ങളവരെ മാറ്റി നിർത്തി. കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് പതിവാക്കിയപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി അയാളെ മാറ്റി നിർത്തി. ആരൊക്കെയാണ് അയാൾക്ക് സ്വീകരണം കൊടുത്തിരിക്കുന്നത്? സ്വീകരണം കൊടുത്തിരിക്കുന്നത് സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു അംഗം, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി. എന്തോ വലിയ ഹരിശ്ചന്ദ്രന് സ്വീകരണം കൊടുക്കുന്നത് പോലെയാണ് വീണ ജോർജും
ഉദയഭാനും പോയിട്ട് അവിടെ സ്വീകരണം കൊടുത്തിരിക്കുന്നു. CPIM എങ്ങോട്ടാണ് പോകുന്നത്? എന്ത് തരം ക്രിമിനൽ പ്രവർത്തനമായാലും ശരി, അതാണ് നമ്മുടെ കോംറേഡ്സിനുള്ള ക്വാളിഫിക്കേഷൻ. അല്ല, ജീവൻ രക്ഷാ പ്രവർത്തനത്തിനും ബോംബുണ്ടാക്കുന്നവരെ അടിച്ചമർത്താനും ഗുണ്ടകളെയും സ്വർണ്ണക്കടത്ത് സംഘങ്ങളെയും ഇല്ലാതാക്കാനൊക്കെ പ്രവർത്തിക്കണ്ടേ? അതിന് പറ്റിയ ആളാണ് ശരൺചന്ദ്രൻ. വെറുതെ ആണോ മന്ത്രിയും MLA യും അങ്ങനെ എല്ലാ മൊയിലാളിമാരും ശരൺചന്ദ്രന് വേണ്ടി ഉറക്കെ മുദ്രാവാക്യം വിളിച്ചത്? അതിന്റെ ഇടയിലാണോ കാപ്പാന്നും പറഞ്ഞു വരുന്നത്? ഒന്ന് പോയേ. കാപ്പയ്ക്ക് നോട്ടീസ് കൊടുത്തു, 2023 നോട്ടീസ് കൊടുത്തു. അയാളോട് ഹാജരായി, അയാളുടെ ഭാഗം പറഞ്ഞു. അയാളുടെ പേരിൽ കാപ്പ എടുത്തില്ല. കാപ്പ എടുത്താൽ അയാൾ ഒന്നീ ജില്ലയ്ക്ക് വെളിയിൽ പോകണം. 10-60 പേര് ഒന്നിച്ചാണ് പാർട്ടിയിൽ അംഗത്വം എടുത്തത്. അതുകൊണ്ട് ശരൺചന്ദ്രന്റെ ഹിസ്റ്ററി ശ്രദ്ധിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മനസ്സിലാക്കാം. ഇത് സംഭവം വിവാദമായിട്ടും ഞങ്ങളുടെ ശരൺ മോൻ നിഷ്കളങ്കനാണ്, 20 കേസൊക്കെ ഒരു കേസാണോ എന്നുള്ളതാണ് കോംറേഡ്സിന്റെ ആറ്റിറ്റ്യൂഡ്. 8 നിലയിൽ പൊട്ടിയിട്ടും ഇതുവരെ അവരൊന്നും പഠിച്ചില്ലേ? എന്തിനുള്ള പുറപ്പാടാണോ? സ്ത്രീകൾക്കെതിരായ അതിക്രമം അടക്കം 10-20 കേസിലെ പ്രതി, മുൻ BJP അംഗം, ഇതൊന്നും കൂടാണ്ട് കാപ്പ ചുമത്തപ്പെട്ട പ്രതി, അങ്ങനെ നിരവധി വിശേഷങ്ങളുള്ള ആളെ ലോകത്തെ ഏതെങ്കിലും പാർട്ടി മൊയിലാളിമാര് ഇത്രയും ആവേശത്തോടെ ഇത്രയും സന്തോഷത്തോടെ 2 കൈ നീട്ടി സ്വീകരിക്കോ? വെറുതെ അല്ല, നിങ്ങൾക്കൊന്നും ഈ പാർട്ടിനെ പറ്റി ഒരു ചുക്കും അറിയില്ല എന്ന് നേതാക്കളൊക്കെ പറയണത്. കൂടോത്രം കാരണം പാവം ഇവിടെ കോൺഗ്രസ്സുകാർക്ക് തല ഉയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയില്ല. ഇപ്പോ പാർട്ടിക്ക് പുറത്തുള്ളവരും പാർട്ടിക്ക് അകത്തുള്ളവരും വരെ പറയണത് കോൺഗ്രസ് എന്നല്ല, കേരള കൂടോത്ര പാർട്ടി എന്നാ വിളിക്കേണ്ടത്. ഇത്ര KPCC പ്രസിഡന്റിന്റെ വീട്ടിൽ കൂടോത്രം, MP-യുടെ വീട്ടിൽ കൂടോത്രം, DCC ഓഫീസിൽ കൂടോത്രം, എന്തൊക്കെയാണ് ഈ കോൺഗ്രസിൽ നടക്കുന്നത്? കാസർഗോഡ് നിന്നാണല്ലോ ഈ ന്യൂസ് പോയത്. നിങ്ങളുടെ ന്യൂസ് ചാനലാണല്ലോ വിട്ടത്. അതാരാണ് നിങ്ങൾക്ക് തന്നതെന്ന് പറഞ്ഞാൽ ഞാൻ സകല കാര്യവും വിശദീകരിക്കാം. അല്ല, നിങ്ങൾക്ക് ഈ സാധനം എവിടുന്ന് കിട്ടി, ആരാ തന്നെന്ന് പറഞ്ഞാൽ ഞാൻ മുഴുവൻ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാം. അല്ലെങ്കിൽ കമാന്ന് മിണ്ടരുത്. വീഡിയോ എവിടുന്ന് കിട്ടിയാലും സംഭവം ഇപ്പൊ ആകെ നാണക്കേട്. അയിലിന്റെ നേതാവേ, കൂടോത്രം കിട്ടിയ കാര്യം ഇവിടെ സുധാകരേട്ടൻ സമ്മതിച്ചിട്ടുണ്ട്. വീഡിയോയിലാണെങ്കിൽ നിങ്ങൾ രണ്ടാളും സംസാരിക്കുന്നത് നല്ല വ്യക്തവും സ്പഷ്ടമായിട്ട് കേൾക്കാം. പിന്നെ ഇതിലിപ്പോ എന്തുട്ടാ കൺഫ്യൂഷൻ? ഇനിയിപ്പോ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇമാതിരി അന്ധവിശ്വാസം കാരണം ബാക്കിയുള്ളവരൊക്കെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയിലല്ലേ? പാവൻ ചെന്നിത്തലാജിയൊക്കെ ഓടിയ വഴിക്ക് പുല്ലെങ്കിലും മുളയ്ക്കാവും. ഒരിക്കലും ഉണ്ടായിട്ടില്ല. എനിക്ക് അതിനെപ്പറ്റി അറിയില്ല എന്താ സംഭവം. KPCC പ്രസിഡന്റുമായിട്ട് സംസാരിക്കാൻ അവസരം കിട്ടിയില്ല. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. കൂടോത്രം നിയമസഭയിൽ വരെത്തി. എന്നിട്ടും കൂടോത്രത്തിലെ വിശ്വാസമില്ലായ്മ നമ്മുടെ ഉണ്ണിത്താൻ ചേട്ടനും സുധാകരൻജിയും തുറന്നു പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഹൈലൈറ്റ്. അന്ധവിശ്വാസത്തിനെതിരെയുള്ള ബില്ല് മുമ്പ് നിയമസഭയിൽ വന്നതൊക്കെ ഇവർക്ക് ഓർമ്മയുണ്ടാവോ? ഇത്രയും വലിയൊരു ദേശീയ പാർട്ടിയുടെ കേരള ഘടകത്തിന് എല്ലാവരും ഇപ്പൊ കളിയാക്കി ചിരിക്കല്ലേ? അത് ചിലവർ കൂടോത്രത്തിൽ വിശ്വസിക്കുമായിരിക്കും. പക്ഷെ എൻ്റെ കാര്യത്തിൽ ഞാൻ പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്ന, ഉറച്ച് പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്ന ആളാണ്. അല്ലാത്തവർക്കൊക്കെ കൂടോത്രത്തിൽ എന്തെങ്കിലുമൊക്കെ വിശ്വസിക്കുക. ഒരു കൂടോത്ര പാർട്ടിയായിട്ട് മാറിയിരിക്കുന്നു KPCC. കേരള കൂടോത്ര പാർട്ടി പറഞ്ഞാൽ മനസ്സിലായില്ല. എന്തൊക്കെയാണ് കാണുന്നത്, എന്തൊക്കെയാണ് വൃത്തികേടാണ് നമ്മൾ കേൾക്കുന്നത്. ആ കൂടോത്രത്തെ പറ്റിയിട്ട് അന്വേഷിക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. എന്തായാലും ഈ കാര്യത്തിൽ യൂത്തന്മാര് ശരിയായ രീതിയിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടാ. പണിയെടുക്കാണ്ട് കൂടോത്രം വെച്ച് നടന്നിട്ടുണ്ടെങ്കിൽ പാർട്ടി പിന്നെ ഉണ്ടാവില്ല എന്നാണ് യൂത്തന്മാര് മൂത്തോരെ തിരുത്തിരിക്കുന്നത്. പണിയെടുക്കാതെ ഈ പാർട്ടിയിൽ ഏതായാലും പാർട്ടി ഉണ്ടാവില്ല. കൂടോത്രം വെച്ചാലും പാർട്ടി ഉണ്ടാവില്ല. അതാണ് യാഥാർത്ഥ്യം. സത്യത്തിൽ നിങ്ങൾ ആലോചിക്കും, ഈ കൂടോത്രം വെക്കുന്നതിന് എന്നാ പാടാണ്. ഇത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല സാധാരണ ഗതിയിൽ ഒരു പണിയെടുത്ത് മുമ്പോട്ട് പോകാൻ. സത്യത്തിൽ ഈ കൂടോത്രക്കാരൊക്കെ വിചാരിക്കുന്നത് ഇത് 21-ാം നൂറ്റാണ്ടാണെന്നും 2024 ആണെന്നും ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തോട് സയന്റിഫിക് ടെമ്പർ എന്ന വാക്ക് ഇവിടെ പറഞ്ഞു തീർത്ത അല്ലെങ്കിൽ പ്രതിഫലിപ്പിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ പാർട്ടിയാണ് ഇത് എന്നോട് കണ്ടെത്തുക. കേരളത്തിലെ ഏതെങ്കിലും ഉൾഗ്രാമത്തിൽ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആൾക്കാരാണ് കൂടോത്രത്തിൽ വിശ്വസിക്കണമെന്ന് വെച്ചാൽ പോട്ടേന്ന് വെക്കുക. ഇതിപ്പോ കോൺഗ്രസിൽ ഉന്നതരായ 2 നേതാക്കളല്ലേ കൂടോത്രം കാരണം ഉയിര് പോവാഞ്ഞത് ഭാഗ്യെന്ന് ആകുലപ്പെട്ട് പറഞ്ഞിരിക്കണത്. നിങ്ങളൊക്കെ എന്താന്നാ പറഞ്ഞത്? അടുത്തതായിട്ട് കേരളം ഭരിക്കാൻ പോണവരുന്നല്ലേ? ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ കേരളം കിട്ടും, നോക്കിയിരുന്നു. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം.